എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. വലിയ ഒരു ദൈവ സാന്നിധ്യമുള്ള ഒരു കൂട്ടായ്മ കർത്താവ് ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് തന്നു. ഓൺലൈനായി ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഇനിയും എല്ലാ മാസങ്ങളുടെയും രണ്ടാമത്തെ ആഴ്ചയിൽ സെക്കൻഡ് തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ തുടർമാനമായിട്ട് നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി പ്രാർത്ഥനയിൽ ഓൺലൈനായി പങ്കെടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നതാണ്. പ്രാർത്ഥനയാണ് എല്ലാവരെയും മാറ്റിമറിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഉപവാസവും പ്രാർത്ഥനയും. അത് കർത്താവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ജീവിതം തിരിയുന്ന ഒരു സമയമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലാണ് ഒരു വ്യക്തി രൂപാന്തരപ്പെടുന്നത്. പ്രാർത്ഥനയിലാണ് സ്വർഗീയ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥനയിലാണ് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നത്. പ്രാർത്ഥനയിലാണ് വെളിപ്പാട് ദർശനങ്ങൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥനയിലാണ് ജീവിതത്തിൽ സൗഖ്യങ്ങളും വിടുതലുകളും കടന്നു വരുന്നത്. പ്രാർത്ഥനയിലാണ് വചനത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. എല്ലാറ്റിനും ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനമുണ്ടെങ്കിൽ നമ്മുടെ വഴികളൊക്കെ തുറക്കാൻ എത്ര എളുപ്പമാണ്. എന്നാൽ ആ ഒരു നിറവിലേക്ക്, ആ ഒരു കണക്ഷനിലേക്ക് വരാത്ത വ്യക്തി എന്നും ഒരു സാധാരണ വ്യക്തിയായി ആത്മീക ലോകത്തും ജീവിക്കും. യേശുക്രിസ്തുവിൻ്റെ സഭയെന്ന് പറയുന്നത് അത് ആത്മീക കൂട്ടായ്മയാണ്. ഭൗതികമായ ഒരു ശരീരത്തിൽ നമ്മൾ കൂടി വരുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സഭ ആത്മീക കൂട്ടായ്മയാണ്. അത് ആത്മാവിലുള്ള ഒരു വലിയ മർമ്മങ്ങളുടെ ചുരുളഴിയുന്ന ഒരു സ്ഥലമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ആ ചുരുളുകൾ അഴിഞ്ഞു വരൂ. ഒരിക്കൽ വലിയൊരു മന്ത്രിയായ, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണൻ വേദപുസ്തകം വായിച്ചുകൊണ്ട് തേരിൽ പോകുമ്പോൾ വായിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ഗ്രഹിക്കാതെ വായിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ആത്മനിറവുള്ള ഫിലിപ്പോസ് അതിൽ കയറണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രാർത്ഥിക്കുന്ന ആത്മാവിൻ്റെ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തിയ ഫിലിപ്പോസുമാരെ എല്ലാ കാലത്തും ദൈവം ആക്കാറുണ്ട്. എന്തിനാ? ഒത്തിരി ഷണ്ണന്മാർക്ക് പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ. അതുകൊണ്ട് പൊരുൾ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു വരില്ല. പുതിയ നിയമസഭ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പഴയ നിയമത്തിൽ ദൈവം ഒരു വഴി തുറക്കും. പനിനീർ പുഷ്പം പോലെ ആ മരുഭൂമി വലിയ പൂക്കൾ വിടരും. വരണ്ട ദേശത്ത് ഉദ്യാനമുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ പഴയ നിയമത്തിലുണ്ട്. അതായത് സംഭവിക്കും. എന്നാൽ ഇത് ക്രിസ്തുവിന് മുമ്പ് ഒരു 600 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനങ്ങളാണ് ഇതെല്ലാം. അതിന് മുകളിലോട്ട് ഉള്ള ഒരു പ്രവചനമാണ്. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം നിറവേറി യേശുക്രിസ്തുവിൽ അത് നിവർത്തിയായി ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കും എന്നല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് സ്വന്തമാവുകയാണ്. വരണ്ട ദേശം പനിനീർ പുഷ്പം പോലെ ആവുകയാണ്. ഈ വക വെളിപ്പാടുകൾ പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിൽ ദൈവം പരമേൽപ്പിക്കും. നമുക്കത് വിശ്വസിക്കാം. ഇന്നു മുതൽ ഒരു പുതിയ വെളിപ്പാടിൻ്റെ കലവറ തന്നെ കർത്താവ് നമുക്ക് തുറന്നു തരട്ടെ. അത്ഭുതങ്ങളുടെ വാതിലുകൾ കർത്താവ് തുറക്കട്ടെ. എത്യോപ്യയിലേക്ക് കടന്നുപോയ ഈ ഷണ്ണൻ അവിടെ പോയി സുവിശേഷം അറിയിച്ചു. സഭകളുണ്ടായി എന്നാണ് പിന്നെ ചരിത്രം പറയുന്നത്. ഇന്ന് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ വലിയ സഭകളുണ്ട്, വലിയ കൂടിവരവുകളുണ്ട്, വലിയ ഉണർവ് നടക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് എത്യോപ്യ. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവരുടെ സ്ഥലമാണ് എത്യോപ്യ. കാരണം സുവിശേഷം അവിടെ കടന്നു. സുവിശേഷം നമുക്ക് സൗന്ദര്യം കൊണ്ടുവരും. സുവിശേഷം നമ്മുടെ സാമ്പത്തികത്തെ മാറ്റിമറിക്കും. അതുകൊണ്ട് സുവിശേഷം എവിടെ എത്തിയോ
അവിടെയെല്ലാം സാഹചര്യങ്ങൾ മാറി മറിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ആ എത്യോപ്യക്കാരൻ വചനം കേട്ടത്. നമുക്ക് വിശ്വസിക്കാം. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ആശ്രയിക്കാം. പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവവചനങ്ങൾ കേൾക്കാം. അതിനു മുമ്പ് അല്പസമയം നമുക്ക് ആരാധനയിൽ കർത്താവിനെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. 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 ദൈവവചന ധ്യാനം നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്.
യിരെമ്യാ പ്രവചനം 29:11 വാക്യം വളരെ 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 നമ്മെ തൊട്ടുണർത്തുന്ന വാക്യങ്ങളാണ്. യിരെമ്യാ പ്രവചനം 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ഭാവി, അത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ഭാവിയുണ്ട്. എല്ലാവർക്കും ഒരു വലിയ ഭാവി പ്രതീക്ഷിക്കുന്നു. ബിസിനസ്സിലൂടെ ഭാവി പ്രതീക്ഷിക്കുന്നവരുണ്ട്, നല്ല ജോലിയിലൂടെ, സ്പോർട്സിലൂടെ ആയിരിക്കാം, കലയിലൂടെ. എല്ലാവരും ഒരു വലിയ ഭാവിയിലേക്കാണ് എത്തി നോക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ഭാവി സ്വപ്നമുണ്ട്. ഒരു നല്ല ഭാവി സ്വപ്നം കാണുക എന്നുള്ളത്, ആ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത്, അത് മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാളെയെക്കുറിച്ച് നിങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയില്ലെങ്കിൽ നിങ്ങൾ എവിടെയോ അപകടനിലയിലാണ്. നാളെയെക്കുറിച്ച് വലിയ ഒരു പ്രതീക്ഷ വേണം. പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? 2, 3, 4 അനുഭവങ്ങളിലൂടെ പല പ്രതീക്ഷകളും നമ്മിൽ തകർത്ത് കളയും. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചു, അത് പരാജയപ്പെട്ടു. വേറൊരു സ്റ്റെപ്പ് വെച്ചു, അത് പരാജയപ്പെട്ടു. ഇങ്ങനെ 2, 3, 4 പ്രതീക്ഷകൾ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് നമ്മുടെ മുൻപിൽ തകരുമ്പോൾ, അത് ചെറിയ കാര്യം, ഒരു പരീക്ഷ എഴുതി തോറ്റുപോയി, മറ്റൊരു സാമ്പത്തിക കാര്യത്തിന് ചുവട് വെച്ചു, അത് പരാജയപ്പെട്ടു, വിവാഹ ജീവിതത്തിൽ ചില പരാജയങ്ങളുണ്ടായി. ഇങ്ങനെ ചില പരാജയങ്ങളുടെ മുൻപിൽ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും എല്ലാം പരാജയമാണെന്ന്. അല്ല, ഈ പരാജയങ്ങളെല്ലാം തിന്മയ്ക്കല്ല, ഇതെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇത് നമ്മുടെ ഏറ്റവും വലിയ അറിവാണ്. ഇത് നന്മയ്ക്കാണ്. നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ആത്മാവിൽ അറിയാം, എന്നെ വിളിച്ച കർത്താവ് എൻ്റെ ഭാവി ഏറ്റവും മനോഹരമാക്കാൻ പദ്ധതിയിട്ട് കഴിഞ്ഞു. അതിനിടയിൽ പല പല പ്രശ്നങ്ങൾ നമുക്ക് വരാം. പലതിലും നമ്മൾ തോറ്റുപോയെന്ന് തോന്നിയേക്കാം. ഇല്ല, അവിടെയൊന്നും നമ്മൾ തോറ്റുപോവുകയല്ല. അതെല്ലാം ഉയർന്ന് കയറാനുള്ള ചവിട്ടുപടികളാക്കി ദൈവം മാറ്റും. ഓരോ പരാജയങ്ങളും മുകളിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവമുഖം അന്വേഷിക്കുന്നതും. അങ്ങനെ ജീവിതത്തിൽ വന്ന ചില പ്രതികൂലങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇന്നായിരിക്കുന്നത് പോലെയുള്ള ഒരു ദൈവികതയിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവദാസൻ ചെറുപ്പക്കാരനായിരുന്ന കാലത്ത് 20ാമത്തെ വയസ്സിൽ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ബസ്സിൻ്റെ അടിയിലോട്ട് പോയി. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ ഒരു ടേണിംഗ് പോയിന്റായി. ഇതുപോലെ നമ്മളെത്രയോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന ആ പ്രശ്നങ്ങളെല്ലാം ഒരു വഴിത്തിരിവാക്കി നമ്മൾ മാറ്റിയില്ല എന്നുള്ളത് നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് ദൈവം ഒത്തിരി ചാൻസ് തരുന്നുണ്ട് തിരിയാൻ വേണ്ടി, ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി. ദൈവം നമ്മെക്കുറിച്ച് ഒരു ശുഭഭാവി കരുതി വെച്ചിട്ടുണ്ട്. അതാണ് ആ വാക്യം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. ഓരോ നിരൂപണങ്ങളും ദൈവത്തിൻ്റെ പ്രോഗ്രാമുകൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒന്നും തിന്മയ്ക്കല്ല. മോശയുടെ ചരിത്രത്തിൽ നമുക്കിത് കാണാം. മോശ, അവൻ്റെ അപ്പനും അമ്മയും അവനെ അവൻ്റെ ബാല്യത്തിൽ തന്നെ
അവൻ ജനിച്ചപ്പോൾ അവൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ പൈതൽ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അവൻ വെറും ഒരു സുന്ദരനല്ല, നല്ല മൂക്ക്, നല്ല ചെവി, നല്ല തിളങ്ങുന്ന ആ കണ്ണുകൾ. ഇതാണോ സൗന്ദര്യം? അവൻ്റെ അപ്പനും അമ്മയും അതിനു മുമ്പ് പല മക്കൾക്കും ജന്മം കൊടുത്ത മാതാപിതാക്കളാണ്. എന്നാൽ മറ്റുള്ള കുഞ്ഞുങ്ങളിൽ ഇല്ലാത്ത, അവർ കണ്ടിട്ടുള്ള മറ്റുള്ള പല കുഞ്ഞുങ്ങളിലും ഇല്ലാത്ത ഒരു സൗന്ദര്യം ഈ കുഞ്ഞിൽ കാണാൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളത് എത്ര വലിയ കാര്യമാണ്. അതാണ് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി തീർന്നത്. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അന്നത്തെ രാജാവ് ഫറവോ പറഞ്ഞതനുസരിച്ച് ജനിക്കുന്ന ആൺകുഞ്ഞിനെ നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. എന്നാൽ ഈ മാതാപിതാക്കൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി ഈ കുഞ്ഞിനെ ആ പെട്ടകത്തിൽ വെച്ച് നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. ദൈവമേ, അങ്ങയുടെ കയ്യിലാണ്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും, നമ്മുടെ പല പദ്ധതികളിൽ നിന്നും, നമ്മുടെ പല പ്രിയപ്പെട്ടവരുടെ സ്വപ്നത്തിൽ നിന്ന് അവർക്ക് കഴിയാതെ വന്നപ്പോൾ നമ്മെ ഒഴുക്കി വിട്ടതാണ്. കൃത്യമായിട്ട് ഒഴുകിച്ചെന്നത്, മോശ ഒഴുകിച്ചെന്നത്, ആര് കൊല്ലാൻ പദ്ധതിയിട്ടോ, ആര് നിയമം പറഞ്ഞുവോ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ പുറകുവശത്തുള്ള നൈൽ നദിയുടെ കുളിക്കടവിൽ, രാജാവിൻ്റെ മകൾ ഒക്കെ കുളിക്കുന്ന ആ കുളിക്കടവിലേക്ക് ഈ കുഞ്ഞ് ഒഴുകിച്ചെന്നു. എത്ര വലിയ ഒരു അത്ഭുതമാണ്! ഈ കുഞ്ഞിനെ ഒഴുക്കി വിട്ടിട്ട് ആ കുഞ്ഞ് പല ദിക്കിലൂടെ ഒഴുകി പോയപ്പോൾ അവൻ്റെ ഒരു കുഞ്ഞി പെങ്ങളുണ്ട്. ഈ പൈതലിന് എന്ത് ഭവിക്കുമെന്ന് നോക്കാൻ വേണ്ടി കരയിലൂടെ ആ കുഞ്ഞി പെങ്ങൾ കരഞ്ഞുകൊണ്ട് ആ കരയിലൂടെ പോകുന്ന ഒരു ഭാഗം മാതാപിതാക്കൾക്കത് കാണാൻ കഴിയാതെ മുറിയിൽ കയറി ആർത്ത് കരയുന്ന മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് ആ പുഴയുടെ തീരത്തുകൂടി ഓടി ഈ പെട്ടകം ഒഴുകി പോകുന്നത് നോക്കി കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന ഒരു പെങ്ങൾ. നിങ്ങളതിനെ ഒന്ന് കണ്ടേ. ഈ കുഞ്ഞിന് എന്ത് ഭവിക്കും? നൈൽ നദിയിലെ മുതലകൾ അതിനെ വെട്ടി വിഴുങ്ങുമോ? നൈൽ നദിയിൽ ഒരു ഓളമുണ്ടായിട്ട് ഇതിൽ വെള്ളം കയറി ഈ കുഞ്ഞ് മുങ്ങിത്താഴുമോ? വേദനയോടെ തൻ്റെ പെങ്ങൾ കരയിലൂടെ പോകുമ്പോൾ പല വീടുകൾ കടന്നു, പല സ്ഥലങ്ങൾ കടന്നു, പല വഴികൾ തിരിഞ്ഞ് ഈ കുഞ്ഞ് ചെന്നെത്തിയത് ഫറവോന്റെ കൊട്ടാരത്തിൻ്റെ പുറകിലാണ്. നോക്കണേ, ദൈവത്തിൻ്റെ ആ ഡിവൈൻ ടൈം, ആ ദൈവികമായ സമയം, കൃത്യമായി എല്ലാം ഒരു നിമിത്തമാണ്. ആ സമയത്ത് തന്നെ ഫറവോന്റെ പുത്രി കുളിക്കാൻ വരുന്നു. എനിക്ക് തോന്നുന്നു ഭയങ്കര ചൂടുകാലം ആയതുകൊണ്ട് പുള്ളിക്കാരത്തി കുളിക്കാമെന്ന് വിചാരിച്ചു. ഈ രാജാവിൻ്റെ വീട്ടുകാർക്കൊക്കെ കുളി ഭയങ്കര പാടാ. നമ്മെപ്പോലെ ഒന്നും വെറുതെ കയറി കുളിക്കാൻ പറ്റത്തില്ല. കുളിക്കാൻ തന്നെ ഒരു 100 പേര് കൂടെ വേണം, തോഴിമാർ, അങ്ങനത്തെ അപ്പോൾ ഈ ഫറവോന്റെ പുത്രിക്ക് ആ സമയത്ത് കുളിക്കാൻ തോന്നലും, കൃത്യമായി അവർ ആ പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോൾ ഒരു എബ്രായ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ആ കുഞ്ഞിനെ തോഴി വന്നെടുത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ കുഞ്ഞിനെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ആ സ്ത്രീക്ക് ഈ കുഞ്ഞിനോട് വളരെയധികം സ്നേഹവും വാത്സല്യവും തോന്നുന്നു. അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും സ്വർഗത്തിൽ നിന്ന് ചരട് വലിക്കുന്നതായിട്ട് മനോഹരമായിട്ട് അത് വായിച്ചാൽ കാണാം. ബൈബിളിലെ ഓരോ കാര്യങ്ങളും അത്ഭുതമാണ്. എല്ലാ കാര്യങ്ങളും. ഭർത്താവ് മരിച്ച് എല്ലാം നഷ്ടപ്പെട്ട രൂത്ത് അമ്മായിയമ്മയുടെ ഒപ്പം ബത്ലഹേമിൽ എത്തിയിട്ട് അതിരാവിലെ അവൾ എഴുന്നേറ്റ് തന്നോട് ദയ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വയലിൽ ചെന്ന് മോവാബ്യ സ്ത്രീയായ ഇവൾ പെറുക്കാൻ തീരുമാനിച്ചു.
മോവാബ്യരെ 10ാം തലമുറയെ പോലും ഈ ദൈവജനം അടുപ്പിക്കത്തില്ല. അത്രയും ശപിക്കപ്പെട്ടവരായിട്ടാണ് അവരെ ഈ ഇസ്രായേൽ കാണുന്നത്. എന്നാൽ ഇവൾ ചെന്നപ്പോൾ ഇവളോട് ആ വയലിലുള്ളവർക്ക് ദയ തോന്നുന്നു. ബോവസ് അതിൻ്റെ ഉടമസ്ഥൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇവളോട് വാത്സല്യവും സ്നേഹവും തോന്നുന്നു. നോക്കണം, പിന്നത്തേതിൽ സംഭവിക്കുന്നത് ഈ വലിയ സമ്പന്നതയുടെ മുഴുവൻ ഉടമസ്ഥയായി ഇവൾ തിരിയുകയാണ്. ഇതിൻ്റെ പേരാണ് ഫേവർ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ കരുതലും നടത്തിപ്പും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ മോശ ഇതിലൊന്നും സംതൃപ്തനുമായിരുന്നില്ല. മോശ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോടു കൂടിയുള്ള കഷ്ടം സഹിക്കുന്നത് അവൻ തീരുമാനിച്ചു. അതും ഒരു ദൈവത്തിൻ്റെ നിയോഗമാണ്. ഓരോന്നും, ജനന നിയോഗം, വെള്ളത്തിൽ കിടന്നപ്പോൾ നിയോഗം, ഓരോ കാര്യങ്ങൾ, അവൻ്റെ വളർച്ച, മിസ്രൈമിലെ മുഴുവൻ അഭ്യാസവും അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്ന് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7 കാണാം. വാക്കിലും പ്രവൃത്തിയിലും ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള ഒരുവനാക്കി ദൈവം അവനെ വളർത്തുന്നതാണ്. അത് ഈ ലേവ്യ കുടുംബത്തിൽ വളർന്നാൽ അവൻ ഇതുപോലെ ഉയർന്ന പഠനങ്ങളോ ഉയർന്ന ജീവിതമോ ഉണ്ടാകത്തില്ല. ഒരു രാജ്യത്തിലെ ഏറ്റവും സമ്പന്നത, വിദ്യാസമ്പന്നത, ആ കാലത്ത് ഏറ്റവും സമ്പന്നമായ രാജ്യത്തെ ഏറ്റവും വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയായി മാറി. എന്തിനാണ്? ഭാവിയിൽ ദൈവം കൊടുക്കുന്ന ന്യായപ്രമാണം എഴുതുവാനുള്ള പ്രാപ്തി അവൻ്റെ മേൽ വന്നു. വിദ്യാസമ്പന്നൻ, വിദ്യാബഹുത്വമുള്ളവൻ. പൗലോസിനെ കുറിച്ച് രാജാക്കന്മാർ പറഞ്ഞ പോലെ, പൗലോസേ, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അതുപോലെ ദൈവം പൗലോസിനെ, മോശയൊക്കെ വിദ്യാസമ്പന്നന്മാരെ, സകലത്തിൽ സമ്പന്നന്മാരെ ഓടിച്ചിട്ട് പിടിച്ചെന്തിനാണ്? ദൈവരാജ്യത്തിൽ വലിയ ശ്രേഷ്ഠകരമായ കാര്യങ്ങളിലേക്ക് അവരെ തിരിച്ചുവിടാനായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പരിപാടികൾ. ദൈവം അറിയാതെ ഒന്നും തന്നെ പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നില്ല. മോശയുടെ ആഗ്രഹം എന്തായിരുന്നു? അവൻ ഒറ്റ ആഗ്രഹമുള്ളൂ. അവൻ യൗവനക്കാരനായപ്പോൾ, ഒരു 40 വയസ്സൊക്കെ ആയപ്പോൾ, വിവാഹം കഴിച്ചിട്ടില്ല. 40 വയസ്സായിട്ടും മോശ വിവാഹം കഴിച്ചിട്ടില്ല. അടുത്ത ഫറവോയായിട്ട് അവനെയാണ് രാജാവ് പദ്ധതിയിട്ടിരിക്കുന്നത്. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവം നിയോഗങ്ങൾ കൊടുക്കുന്നു. അവൻ്റെ നിയോഗം സഹോദരന്മാരെ സംരക്ഷിക്കുക, മിസ്രൈമിൽ കിടക്കുന്ന ഇസ്രായേലിനെ രക്ഷിക്കുക. രക്ഷ എന്ന ഒരു ഹൃദയപരമായ ഒരു ദാഹം അവൻ്റെ അകത്ത് കയറി. അവൻ അതിനു വേണ്ടി ഒരിക്കൽ ഒരു മിസ്രൈമിൻ, ഈജിപ്തുകാരൻ ഒരു എബ്രായനെ അടിക്കുന്നത് കണ്ടിട്ട് മിസ്രൈമിനെ അടിച്ച് കൊന്ന് മണലിൽ മറവ് ചെയ്തു. അപ്പോൾ അവർ വിചാരിച്ചു, മോശ വിചാരിച്ചു, ഇവരെല്ലാം എന്നെ അംഗീകരിക്കുമെന്ന്. ആ ഒരു വാക്യമുണ്ട് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. അപ്പോൾ അവൻ്റെ നിരൂപണങ്ങൾ, അതിലവൻ തോറ്റുപോയി. അവൻ വിചാരിച്ചു എല്ലാവരും എന്നെ അംഗീകരിക്കും. അവൻ സ്വന്തത്തിലേക്ക് ചെന്നു, സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അത്. എന്നാൽ അവൻ ദൈവത്തെ കൂടാതെ ഒരു രക്ഷ പൂർത്തിയാക്കാൻ പദ്ധതിയിട്ടു. എവിടെയാണ് മോശ പരാജയപ്പെട്ടത്? ദൈവത്തെ കൂടാത്ത, ദൈവം കൂടെ ഇല്ലാതെ തൻ്റെ കഴിവ് കൊണ്ട് തൻ്റെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താം എന്നവൻ വിചാരിച്ചു. തനിക്ക് കഴിവുണ്ട്, സമ്പന്നതയുണ്ട്, മിടുക്കുണ്ട്, പ്രാപ്തിയുണ്ട്, അവരങ്ങനെ എന്നെ അംഗീകരിക്കുമെന്ന് അവൻ നിരൂപിച്ചു. മനുഷ്യൻ്റെ നിരൂപണങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിരൂപണത്തിൻ്റെ മുൻപിൽ പരാജയപ്പെടും. എന്നാൽ ദൈവം മോശയെക്കുറിച്ച് പ്രത്യാശിക്കുന്ന ശുഭഭാവി
അത് വലിയ നിരൂപണങ്ങളായി ദൈവം നിരൂപിച്ചു വച്ചിരിക്കുകയാണ്. മോശയിലൂടെ തന്നെ ഒരു വലിയ വീണ്ടെടുപ്പ് ദൈവം പദ്ധതിയിട്ടിരുന്നു. എന്നാൽ മോശ അത് തിരിച്ചറിഞ്ഞില്ല. ഈ ഒരു പ്രശ്നം അവനെ അവിടെ നിന്ന് ഓടിച്ചു. മിസ്രൈമിൽ നിന്ന് അവൻ ഓടിപ്പോകേണ്ടി വന്നു. അല്ലെങ്കിൽ രാജാവ് അറിഞ്ഞാൽ അവനെ കൊല്ലും. ഇവൻ്റെ മനോഭാവം രാജാവിന് മനസ്സിലായി. നീണ്ട 40 വർഷം ഇത്രോയുടെ അമ്മായിയപ്പൻ്റെ ആടിനെ തീറ്റി നടക്കുമ്പോൾ ഇവൻ വിചാരിച്ചു ഇവൻ്റെ നിരൂപണങ്ങൾ, നല്ല സ്വപ്നങ്ങൾ, നല്ല ഭാവി പോയെന്ന്. എന്നാൽ 80-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ മുൾപ്പടർപ്പിലൂടെ ദൈവം അവനോട് മരുഭൂമിയിൽ ഹൊരേബ് എന്ന മലയിൽ ഇടപെടുന്നത് കാണുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, സമയം വന്നാൽ ദൈവത്തിൻ്റെ നിയോഗങ്ങൾ നിന്റെ മേൽ വരും. ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്റെ മേൽ വരും. മോശയുടെ ജീവിതം അന്ന് മുതൽ മാറുകയാണ്. ഒന്ന്, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ ഉപവസിക്കുവാൻ തുടങ്ങി. 40 ദിവസങ്ങളൊക്കെ മലയിൽ ദൈവത്തോടു കൂടി ഇരിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധം, എൻകൗണ്ടർ അവൻ്റെ ജീവിതത്തിൽ വന്നു. അവൻ്റെ കയ്യിലുള്ള വടി പോലും ദൈവത്തിൻ്റെ വടിയായി മാറി. വിക്കുള്ള അവൻ്റെ നാവ് അത്ഭുത നാവായി മാറി. ബലഹീനമായ അവൻ്റെ ശരീരം കണ്ണുമങ്ങാത്ത, ദേഹബലം ക്ഷയിക്കാത്ത ശരീരമായി. ദൈവത്തിൻ്റെ സമയമായാൽ എല്ലാം നമുക്ക് അനുകൂലമാകും. ഇന്നെല്ലാം വിഭിന്നമായ പ്രശ്നങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ വന്നു കഴിയുമ്പോൾ ദൈവം അതിനൊത്തവണ്ണം നമ്മെ അടുത്ത വഴിത്തിരിവിലേക്ക് തിരിച്ചുവിടും. ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഞാൻ ചെയ്ത പലതും തോറ്റുപോയല്ലോ, ഞാൻ ചെയ്ത പലതും പരാജയപ്പെട്ടല്ലോ. ഇല്ല കുഞ്ഞെ, ദൈവത്തിൻ്റെ സമയം വരുന്നേ ഉള്ളൂ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നല്ല പദ്ധതികൾ അത് ഇതുവരെ ആയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്നവർ ഇതൊരു പ്രവചനമായി, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആലോചനയായി ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് വരെ ഉണ്ടായ ഒരു 100 പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കരുത്തുള്ളവരും ശക്തരും നിങ്ങളുടെ ദർശനത്തിൻ്റെ ഹൊരേബിലേക്ക് നിങ്ങളെ നടത്തുവാൻ കാരണവും ആയിത്തീരും. ബലപ്പെടുക, തീർന്നു പോകില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ വലിയ കാര്യങ്ങളാണ്. വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വചനങ്ങൾ കേട്ട ഈ മക്കൾ ഇന്നു മുതൽ കരുത്തുള്ളവരും ശക്തരും ആത്മാവിൽ ബലമുള്ളവരും കൃപകളാലും അഭിഷേകത്താലും നിറഞ്ഞവരുമാകട്ടെ. ഈ കാലഘട്ടത്തിൽ ഇവരൊരു അത്ഭുതമാകട്ടെ. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പരാജയങ്ങൾ കണ്ടവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം നന്മയാക്കി മാറ്റാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ കയ്യിലേൽപ്പ്. കഴിഞ്ഞ നാളുകളിൽ വന്ന രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. മരണകരമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികൾ അതൊരു നന്മയുടെ ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റണം. ഈ കടക്കണിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരം ഇവരെ വിട്ടുമാറട്ടെ. ഒരത്ഭുത ഭാവിയിലേക്ക് ഇവരെ കുടുംബമായി പിടിച്ച് കയറ്റുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വിശ്വസിക്കുക, അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വചനം നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതൊരു വലിയ ടേണിംഗ് പോയിൻ്റാണ്. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നാളെ ഇതേ സമയത്ത് കാണാം. മറ്റുള്ളവർക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി നിൽക്കാൻ നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ കഴിയും. ഞങ്ങൾക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ, ഈ പ്രോഗ്രാമിന് വേണ്ടി ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു പാർട്ട്ണറായി മാറാൻ, ഞങ്ങളുടെ സുഹൃത്തുക്കളായി ഈ കൂട്ടായ്മയുടെ ഒരു വലിയ കൈത്താങ്ങലാകാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.